ഇപ്പോൾ പോയി എന്തൊരു പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ അറിഞ്ഞ ശേഷമാണ് ഞാനും അറിഞ്ഞത്. വൈകുന്നേരമാണോ പോയത്? അല്ലല്ല, രാവിലെ 9 മണിയായപ്പോഴാണ് പോയത്. രാവിലെയാണ് പോയത്, വൈകുന്നേരം അല്ല പോയത്. തനിച്ചാണ് പോയത്, വേറെ ആരും കൂട്ടില്ലായിരുന്നു. തനിച്ച് തന്നെ പോയത്. ഇവിടെ ഇന്നലെ മെനഞ്ഞാന്ന് ഇന്നൊക്കെ ആന ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് പേര് ഓടി. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് പരാതി പോയിട്ടുണ്ട്. ഇങ്ങനെ ആനശല്യമാണ്, കരടി ശല്യമാണ്, ഇങ്ങനെ ഓരോ ശല്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരം പാലോട് കാട്ടാനയുടെ ആക്രമണത്തിൽ ബാബു എന്ന 50 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വളരെയധികം ആനശല്യം പലയിടത്തും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എത്രയോ മരണങ്ങൾ, ആന കൊലപ്പെടുത്തിയ എത്രയോ മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തും അത്തരത്തിലൊരു മരണം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ബാബുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മാതാവും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് ബാബുവിൻ്റെ ഭാര്യ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശരിക്കും കുടുംബത്തിൻ്റെ അത്താണി തന്നെയായിരുന്നു എൻ്റെ ഭർത്താവ്. എൻ്റെ അടുത്ത് ജോലിക്ക് പോകുമെന്നും പറഞ്ഞാണ് പോയത്. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും പറഞ്ഞാണ് പോയത്. ഈ 3 ദിവസം കാണാതിരുന്നപ്പോൾ 4 ദിവസം ഞാൻ ചെന്ന് വിളിച്ചു. ആ വീട്ടിൽ അടിപ്പറമ്പെന്ന് പറഞ്ഞാൽ ചിറ്റപ്പൻ്റെ വീടാണ്. അവിടെ സ്ഥിരമായിട്ട് ഇതിലേ പോയും വരികയൊക്കെ ചെയ്യുന്ന ആൾ തന്നെ. മിക്ക ദിവസങ്ങളും പോവും, തിരിച്ച് വരും, ജോലിയും കഴിഞ്ഞ് തിരിച്ചിവിടെ വരും. അന്നേരം ഇതിലിപ്പം ഭയങ്കര പാടായതുകൊണ്ട് ഇതപ്പോൾ എളുപ്പമുണ്ട്, ഇതിലങ്ങ് ഇറങ്ങാൻ എളുപ്പമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് കാണാതിരുന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ വിളിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം അവർ വിചാരിച്ച് ഞാൻ കള്ളം പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ തിരക്കി ഇവിടെ വന്നപ്പോഴും ഇവിടെ ആളില്ല. അന്നേരം എൻ്റെ ചേട്ടൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് അക്കരെ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അണ്ണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അണ്ണ ഇതേപോലെ ഇത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട് ആളിനെ കാണാനില്ല. ഞാനും എൻ്റെ അമ്മാവിയും കൂടെ കൂടിയാണ് അവരെ പറഞ്ഞു വിട്ട തിരക്കാൻ. അങ്ങനെ തിരക്കി പോയി 2 ദിവസം പോയിട്ട് കണ്ടില്ല. 3ൻ്റെ അന്ന് പോയിട്ട് വന്നപ്പോഴാണ് ആളിനെ കണ്ടത്. അങ്ങനെ കണ്ട അവർ പോർഷാരെ വിളിച്ച് പറഞ്ഞു. പിന്നെ പോർഷാർ അവിടെ കയറി ചെന്നത്, പിന്നെ കൊണ്ടുപോയത്. ശരിക്കും പോകാൻ എന്ന സ്ഥലം വേറെ വഴി ഉണ്ടായിരുന്നോ പോകാൻ? ഇത് വേറെ വഴി ഉണ്ടെങ്കിൽ ആ വഴി കൂടെ പോകാൻ എളുപ്പമല്ല. അന്നേരം ഇതാണ് നമുക്ക് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. വരാനും പോകാനെല്ലാം എളുപ്പം. ഈ വഴിയാണ് എളുപ്പം. ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല, പലപ്പോഴും പോയിട്ടുണ്ട്. പണിക്കായിട്ട് അവിടെ പോയിട്ടുമുണ്ട്, വന്നിട്ടുമുണ്ട് തിരിച്ചാൾ. പിന്നെ ഇപ്പോൾ പോയി എന്തൊരു പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ അറിഞ്ഞ ശേഷമാണ് ഞാനും അറിഞ്ഞത്. വൈകുന്നേരമാണോ പോയത്? അല്ലല്ല, രാവിലെ 9 മണിയായപ്പോഴാണ് പോയത്. രാവിലെയാണ് പോയത്, വൈകുന്നേരം അല്ല പോയത്. തനിച്ചാണ് പോയത്, വേറെ ആരും കൂട്ടില്ലായിരുന്നു. തനിച്ച് തന്നെ പോയത്. അപ്പോൾ ആന രാത്രിയിൽ എങ്ങനെ വരാ? അല്ലേ, രാത്രി ഇവിടെയൊക്കെ വരും. ഇവിടെ ഇന്നലെ മെനഞ്ഞാന്ന് ഇന്നൊക്കെ ആന ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് പേര് ഓടി. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് പരാതി പോയിട്ടുണ്ട്. ഇങ്ങനെ ആനശല്യമാണ്, കരടി ശല്യമാണ്, ഇങ്ങനെ ഓരോ ശല്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ? ഞാൻ ജോലിക്കൊക്കെ പോവായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് 2-3 പോത്തന്മാരൊക്കെ ഉണ്ടോണ്ട് എന്നെ ഇപ്പോൾ ജോലിക്കൊന്നും വിടത്തില്ല. എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് പോകുന്നതും വീട് അന്വേഷിക്കുന്നതും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അല്ല കൂലിപ്പണി. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും റബ്ബർ വെട്ടുണ്ടെങ്കിൽ അതിന് പോകും, അല്ലാതെ വേറെ ഉള്ള പണിക്കൊന്നും പോകില്ല. മക്കള് എന്ത് ചെയ്യുന്നു? മക്കളൊന്നും പോകുന്നില്ല. മക്കളെയൊക്കെ കെട്ടിച്ച് പിന്നെ ആദ്യത്തെ കെട്ടില്ല, രണ്ടാമത്തെ മോൻ പെണ്ണ് കെട്ടി, മൂത്തിറക്കം പെണ്ണ് കെട്ടിയില്ല. അവരും ഇതേപോലെ കൂലിപ്പണിക്ക് വന്നവർ തന്നെ. ഇവിടെ നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആനശല്യം പരിഹരിക്കണമെന്ന് എല്ലാവരും എനിക്ക് പരിഹരിക്കണമെന്ന് തന്നെയാണ് താല്പര്യം എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അത് പരിഹരിക്കണമെന്ന് തന്നെ താല്പര്യം. ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല. ഈ വനവകുപ്പിന്റെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില് അവർ വന്നിട്ടുണ്ട്. നല്ല ഇത് തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആന ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇതിന് മുന്നേ ഇതിൻ്റെ 4 ഇറ്റാതെ ഫോറസ്റ്റാർ കൊപ്പമെന്നും പറഞ്ഞ് ഇതിൻ്റെ ചിറ്റാതെയൊക്കെ കോരിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കോരിയതിന് ശേഷം ഇത് ഇടിച്ചാണ് ആന ഇപ്പം ഇറങ്ങണത്. ഈ കൊപ്പം ഇടിച്ചാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യണത്. ഈ കൊപ്പമെല്ലാം 2-3 വർഷം അതെല്ലാം നിവർന്നും പോയി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ അതിന് സർക്കാർ വിചാരിച്ചല്ലേ ഇപ്പോള്. ഇവിടെ ഇനി കൊപ്പം എന്ന് പറയണത് കോരിയാലും ഒന്നും ചെയ്യാനില്ല, അത് ഇടിച്ചിറങ്ങും. നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ആന ചെറുതാണോ അത് വലുതാണോ? അയ്യോ, വലുതിനെയും കണ്ടിട്ടുണ്ട്, ചെറുതിനെയും കണ്ടിട്ടുണ്ട്, കുട്ടീനെയും കണ്ടിട്ടുണ്ട്, തള്ളേനെയും കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്.